നമസ്കാരം. ബിന്ദുസ് കുക്ക്ബുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചേന ഉപയോഗിച്ച് ഒരു തോരൻ്റെ റെസിപ്പിയാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതേപോലൊക്കെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ രുചികരമായിട്ടുള്ള ഒരു തോരനുമാണ്. അതിനുവേണ്ടി ഞാൻ ചേന ഇതേപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയാണ്. കനം കുറച്ച് വേണം പക്ഷേ അരിയാനായിട്ട്. 1/2 കിലോ ചേനയാണ് ഞാൻ എടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അവരവർക്ക് കിട്ടുന്ന ചേന എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വേണം കനത്തിൻ്റെ വ്യത്യാസം വരുത്താനായിട്ട്. ചില സീസണിൽ കിട്ടുന്ന ചേന നല്ലതായിട്ട് പെട്ടെന്ന് വേകുന്നതായിരിക്കും. ചിലതാണെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം എടുക്കും വേകാൻ. പിന്നെ ഓരോ സ്ഥലങ്ങൾക്കനുസരിച്ചും ഇതിൻ്റെ വേവിൽ വ്യത്യാസം വരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇനി അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയായി ഈ തോരന് ഏറ്റവും നല്ലത്. പിന്നെ ഇത് ഉപയോഗിക്കാത്തവരാണെങ്കിൽ മറ്റെണ്ണകൾ ഉപയോഗിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ കടുക് ഞാൻ ചേർത്ത് കൊടുത്തു. അപ്പോൾ കടുക് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കിനിയും അരി ഇട്ട് കൊടുക്കണം. സാധാരണ നമ്മൾ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് നമുക്ക് 1 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് അരി ഈ ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്കുകയാണെങ്കിലുണ്ടല്ലോ തോരൻ നല്ല രുചി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇഷ്ടമല്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അരി നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണ് ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് കിടന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ പകുതി ചേന മതിയായിരിക്കും. അതായത് ഒരു 1/4 കിലോ ചേന മതിയായിരിക്കും 2 മെമ്പറൊക്കെ ഉള്ള വീടുകളിൽ തോരൻ വയ്ക്കാനായിട്ട്. അപ്പോൾ അവർക്ക് ഉച്ചയ്ക്കും വൈകിട്ടും കഴിക്കാൻ ആവശ്യത്തിനുള്ള തോരന് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് ചേന നമുക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ചേന ഉണ്ടല്ലോ നമുക്ക് ഈ വെളിച്ചെണ്ണയ്ക്കകത്തിലിട്ടൊരു 3-4 മിനിറ്റോളം നന്നായിട്ട് വഴറ്റണം. ലോ ഫ്ലെയിമിലിട്ട് വേണം വഴറ്റാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നത് റെഗുലർ മുളക് പൊടി തന്നെയാണ്, എരിവുള്ളത് തന്നെ. അപ്പോൾ അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. ഇനി എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കുക. 4 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ചമണവും മാറും. അതോടൊപ്പം ചേനയുടെ കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് വഴന്ന് കിട്ടുകയും ചെയ്യും. വെളിച്ചെണ്ണയിലിട്ട് വഴറ്റിയാൽ ഒന്നാമതേ തോരൻ്റെ രുചി കൂടും. അതുകൂടാതെ ചേനയുടെ പീസസ് നല്ലതായിട്ട് വെന്തും കിട്ടും. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അവിയലൊക്കെ വെക്കുമ്പോഴും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ആദ്യമേ ഒരു ചീനച്ചട്ടിയിലോ വല്ലതും കുറച്ച് എണ്ണ എടുത്തിട്ട്, അതായത് വെളിച്ചെണ്ണ തന്നെ വേണേ, ചേനയുടെ കഷ്ണങ്ങൾ അതിലൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് അവിയലിന് ഉപയോഗിച്ചാൽ അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇത് നല്ലതായിട്ട് ഞാൻ ഇളക്കി യോജിപ്പിച്ച് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതേപോലെ നമ്മൾ ചേന അരിയുന്നുണ്ടെങ്കിൽ നമ്മളുടെ കൈ ഭയങ്കരമായിട്ടും ചൊറിയും. അപ്പോൾ ടാൽക്കം പൗഡർ ഉണ്ടല്ലോ, അത് നമ്മൾ കയ്യിലിട്ടിട്ട് ചേന അരിയുവാണെങ്കിൽ ചൊറിയത്തില്ല. അതേപോലെ ചേന അരിഞ്ഞ് കഴുകിയൊക്കെ വാരിയതിന് ശേഷമുണ്ടല്ലോ കറിയുപ്പുണ്ടല്ലോ, അത് കയ്യിലിട്ട് നന്നായിട്ട് തിരുമ്മി കഴുകിക്കളയുക. അന്നേരം നമുക്ക് കൈ ചൊറിയത്തില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു 100 ml വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എൻ്റെ ചേന ഇത് പെട്ടെന്ന് വേകുന്നതായതുകൊണ്ട് ഞാൻ അത്രയുമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അവരവരുടെ ചേനയുടെ വേവിനനുസരിച്ച് വേണം അത് എല്ലാവരും ഒഴിച്ചു കൊടുക്കാനായിട്ട്. പക്ഷേ ഇതുണ്ടല്ലോ ചേന ഇങ്ങനെ വെന്ത് കുഴഞ്ഞതല്ല ഇതിൻ്റെ തോരൻ്റെ ആ പരുവെന്ന് പറയുന്നത്. ഒന്നൊന്നേ തൊടാതിരിക്കുന്നത് അതിൻ്റെ പരുവെന്ന് പറയുന്നത്. അതിനനുസരിച്ച് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. അത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് ഞാൻ അടച്ച് വെച്ച് കൊടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നു. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തു. ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. തിളച്ചതിന് ശേഷം വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും നമുക്കിത് വേകാനായിട്ട് വെക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം തിള വന്നിട്ടേ ഉള്ളല്ലോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വേണം ഇനി വേവാൻ വെക്കാനായിട്ട്. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് വേണം തിളപ്പിക്കാൻ. തിളച്ചതിന് ശേഷം ഉപ്പ് ചേർക്കുക. അത് കഴിഞ്ഞിട്ട് ലോ ഫ്ലെയിമിലാക്കുക. എന്നിട്ട് വീണ്ടും വേകാനായിട്ട് വയ്ക്കുക. ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചതച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി വെളുത്തുള്ളി ഒരു 6 അല്ലിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. പച്ചമുളക് 4-5 എണ്ണം എടുക്കുക. എരിവിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ്. ഇനി തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 മുറി തേങ്ങയോളം എടുത്തിട്ടുണ്ട് ചിരകിയത്. അപ്പോൾ അതെല്ലാം കൂട്ടുകയോ കുറയ്ക്കുകയോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ എണ്ണ ഉപയോഗിക്കുമ്പോഴും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം അത് ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ അത് ഏകദേശം തരിതരിപ്പായിട്ട് തന്നെ അത് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 90% വെന്തതിന് ശേഷമേ നമ്മൾ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. അപ്പോൾ ബാക്കി ഈ അരപ്പും ഇതുമെല്ലാം കൂടെ കിടന്ന് വേകുന്ന സമയത്ത് ബാക്കി വെന്ത് കിട്ടിക്കോളും. നമ്മുടെ തോരനപ്പം ഏകദേശം 90% റെഡിയായിട്ട് വന്നിട്ടുണ്ട്.
തേങ്ങ ചതച്ച് വാരിയത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അല്ലെങ്കിൽ തേങ്ങയ്ക്കകത്ത് ആവി കയറണമല്ലോ. തേങ്ങ നന്നായിട്ട് ആവി കയറി വെന്തില്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ തോരൻ പെട്ടെന്ന് അഴുക്കായി പോവുകയും ചെയ്യും. അതേപോലെ പച്ച ചുവയ്ക്കുകയും ചെയ്യും തോരൻ കഴിക്കുമ്പോൾ. കാരണം പച്ചമുളകുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇതെല്ലാം വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ ഇതെല്ലാം ഇളക്കി ഞാൻ യോജിപ്പിച്ച് വീണ്ടും ഞാൻ അടപ്പ് വെച്ച് അടച്ച് വേകാനായിട്ട് വെച്ചു. അപ്പം തോരൻ ഏകദേശം നമ്മുടെ തയ്യാറായിട്ട് വന്നിട്ടുണ്ട്. ഇത് വളരെ രുചികരമായിട്ടുള്ളൊരു തോരനാണ്. അതേപോലെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഈ ചേനയെന്ന് പറയുന്ന സാധനം. പല പോഷകങ്ങളും അടങ്ങിയിട്ടുള്ളതാണ് ചേനയിലെന്ന് പറഞ്ഞാൽ. അതേപോലൊക്കെ നല്ലതായിട്ട് ഇതിൽ കാർബോഹൈഡ്രേറ്റുമുണ്ട്. പിന്നെ ഇഷ്ടം പോലെ ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ് ചേനയെന്ന് പറയുന്നത്. അതേപോലെ ഇതിൽ ധാരാളം മിനറലും അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് ഇത് നന്നായിട്ട് കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ്. ഇതിലേക്ക് ഞാനുണ്ടല്ലോ ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തേ. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം. അതായത് പച്ച വെളിച്ചെണ്ണ ഒടുവിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്താലുണ്ടല്ലോ നമ്മുടെ തോരന് നല്ലൊരു രുചി കിട്ടുമേ. ഇനി ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചു. തോരനൊക്കെ നമ്മുടെ റെഡിയായേ. ഇനി ഇതിലേക്ക് ലാസ്റ്റിൽ ഇപ്പോൾ ഞാൻ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ 1.5 ടീസ്പൂണോളം ലെമൺ ജ്യൂസാണേ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് തരുന്നത്. ഈ ലെമൺ ജ്യൂസ് ഒഴിച്ചാലുണ്ടല്ലോ നമ്മുടെ ചേനത്തോരൻ കൂട്ടിയ പ്രത്യേക ഒരു രുചി. എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയാൽ അതിൻ്റെ രുചി അറിയാൻ പറ്റത്തുള്ളേ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനമാണ് ചേനയെന്ന് പറയുന്നത്. ഡയബറ്റീസ് ഉള്ളവർക്കും കൊളസ്ട്രോളുകാർക്കും പ്രഷറുള്ളവർക്കും ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കണം. ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ ഒരു ഡിഷാണ്. വെളിച്ചെണ്ണ അധികം ഉപയോഗിക്കാത്തവരാണെങ്കിൽ അതിലൊക്കെ വ്യത്യാസം വരുത്താവുന്നതാണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഈ റെസിപ്പി. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.